ഇപ്പം കോടാലി കൊണ്ട് നമ്മൾ മരത്തിനെ വേദനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിലും കോടാലി അത് മറക്കും, പക്ഷെ ആ മരത്തിന് വേദന ഉണ്ടാകും എന്നുള്ളൊരു സംഭവം. എനിക്ക് പൊതുവെ പരാതി ഇല്ല, ഇതിൽ ക്യാരക്ടേഴ്സ് പൊതുവെ ഭയങ്കര കുറവാണ്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന സിനിമകൾ നമ്മൾ എവിടേക്കോ കണ്ടു പറഞ്ഞ കാഴ്ചകളോ അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളതായിരിക്കും നമ്മൾ പറയാൻ ശ്രമിക്കുക. ഒരു പുതിയ ചിത്രം രുതിരം, ആദ്യം തന്നെ രുതിരം ടീം അംഗങ്ങളെ അഭിനന്ദിക്കുകയാണ്. ട്രെയിലർ കണ്ടു, അതിഗംഭീരം. ജിഷോ സംവിധായകൻ, പ്രൊഡ്യൂസർ ലാലൻ സർ, രാജ്ബി ഷെട്ടി സർ, ഒപ്പം അപർണ ബാലമുരളി. ഈ 4 പേരും ഇരിക്കുമ്പോൾ തന്നെ ആദ്യം ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിന്റെ രചനയും സംവിധാനവും. രചനയിലും ഭാഗമായിട്ടുണ്ട്, ഒപ്പം സംവിധാനവും നിർവഹിക്കുന്നത് ഒരു നവാഗത സംവിധായകനാണ്. താങ്കൾ ഇതിലേക്ക് എത്തുമ്പോഴേക്കും എന്തുകൊണ്ട്, കാരണം സാധാരണ ചിലർ രചന സ്വീകരിക്കാറുണ്ട് അല്ലെങ്കിൽ സംവിധാനം മാത്രം സ്വീകരിക്കാറുണ്ട്, ഇത് രണ്ടും ചെയ്തിരിക്കുന്നത് ഒരാൾ തന്നെയാണ്. അപ്പൊ അങ്ങനെ തന്നെ നേരത്തെ ചെയ്യണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു ആദ്യത്തെ സിനിമ? അല്ല, എൻ്റെ കൂടെ ജോസഫ് കിരൺ എന്ന് പറഞ്ഞിട്ട് കോറേറ്റർ ഉണ്ട്, ഞങ്ങൾ ഒരുമിച്ചാണ് ഇത് എഴുതിയത്. അപ്പം ഇതിൻ്റെ ഒരു കഥ മനസ്സിലേക്ക് വന്നപ്പോൾ ഞാൻ ജോസഫിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് ഉള്ളൊരു ജേണിയിലാണ് നമ്മളിത് കംപ്ലീറ്റ് ആക്കുന്നത്. പിന്നെ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയറക്ടർക്ക് തന്നെ അതിൻ്റെ ഒരു പ്രൈമറി തോട്ടിലേക്ക് പെട്ടെന്ന് ലാൻഡ് ചെയ്യാൻ പറ്റിയ കുറച്ചുകൂടെ ഈസി ആയിരിക്കും തോന്നുന്നു. അതിനേക്കാളും നന്നായിട്ട് എക്സ്പീരിയൻസ് ചിലപ്പം പറയാൻ പറ്റിയ രാജ് സാറിനായിരിക്കും. കാരണം നമ്മൾ ആദ്യം കാണുന്ന ക്യാരക്ടേഴ്സിലോട്ടാണല്ലോ പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. എപ്പോഴും മറ്റൊരാൾ എഴുതിയിട്ടുള്ള ഒരു ബൗണ്ടഡ് സ്ക്രിപ്റ്റ് നമുക്ക് കിട്ടുമ്പം നമ്മളിപ്പോഴും ഒരു ടൈം എടുക്കും, അതിലേക്ക് ഇന്നാവാനായിട്ടുള്ള ഒരു ടൈം എടുക്കും. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഈസി വേ ഇതിൻ്റെ അകത്തുണ്ട്. അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ ലാലൻ സാർ നമുക്ക് ഫീൽ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു മലയാള ചിത്രം, ഇത് പല ഭാഷകളിൽ വരുന്നുണ്ട്. സാറിന്റെ ആദ്യത്തെ മലയാള ചിത്രമാണ് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ. എന്തുകൊണ്ടാണ് ഈ ഒരു സംവിധായകനിൽ വിശ്വസിക്കാനുള്ള ഒരു കാര്യം, ഈ ഒരു കഥയിൽ വിശ്വസിക്കാനുള്ള ഒരു? അല്ല, ഈ സ്റ്റോറി എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പല സ്റ്റോറി കേട്ടിട്ടുണ്ട്, അതിൽ വ്യത്യസ്തം ഉണ്ടായി. അതുകൊണ്ടാണ് അത് കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്തത് ചെയ്യാൻ. രുദ്രത്തിൽ തന്നെ ആദ്യം വെച്ചത്. മലയാളികൾക്ക് പ്രിയങ്കരനായത് ഇപ്പൊ ടോബി കന്നഡയിൽ റിലീസായി, അതിനുശേഷം മലയാളത്തിൽ മൊഴിമാറ്റം ചെയ്തെത്തി അവരുടെ മലയാള ചിത്രമായി ടോബിയെ മാറ്റി. അതിനു മുമ്പ് സാറിന് അവിടെ കന്നഡ പടങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു ഫാൻ ബേസ് ഉണ്ട്. ഇതില് നമ്മളിത് കാണുമ്പോഴേക്കും, ഇതിന്റെ ട്രെയിലർ കാണുമ്പോഴേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഘടകം എന്ന് പറഞ്ഞാൽ അതേ രീതിയിൽ സാർ അവിടെ നൽകിയ കന്നഡ ആ സിനിമകൾ നൽകിയ പെർഫോമൻസുകളെ കാട്ടിയും കുറച്ചും കൂടി അതിഗംഭീരമായ ഒരു പെർഫോമൻസ് ട്രെയിലറിൽ കാണാം. ഇത് ആ ഒരു ത്രില്ലർ എന്ന് പറയുന്ന സംഭവത്തിൽ ഇത് കൂടി കടന്നു പോകണമെന്നുണ്ടെങ്കിലും ഇതിലൊരു വാക്ക് ആദ്യം തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പം കോടാലി കൊണ്ട് നമ്മൾ മരത്തിനെ വേദനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിലും കോടാലി അത് മറക്കും, പക്ഷെ ആ മരത്തിന് വേദന ഉണ്ടാകും എന്നുള്ളൊരു സംഭവം. ഇത് നേരത്തെ സാറ് ചെയ്തിട്ടുള്ള സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണോ രുദ്രം? ഡെഫിനറ്റ്ലി. ഇത് ഇത്ര ഒരു സൊഫിസ്റ്റിക്കേറ്റഡ്, പിന്നെ അവനൊരു ജനറസ് കൈൻഡ് ഹാർട്ടഡ് ഒരു ഡോക്ടർ, ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്തിട്ടില്ല. പക്ഷെ അവൻ്റെ ഉള്ളിലൊരു വേറെ ഒരു സ്റ്റോറി ഉണ്ട്, അവൻ്റെ ഉള്ളിലൊരു വേദന ഉണ്ട്, അവൻ്റെ ഉള്ളിലൊരു സ്ട്രഗിൾ ഉണ്ട്. അതെല്ലാം നമുക്കത് ലൈക്ക് സ്റ്റോറിയിൽ ലൈക്ക് പോകുമ്പോൾ ചെറുതായിട്ട് വരും. So I think that's the beauty of this character, and no character in this film will stay in a black and white tone. Ellarum grey thanne. So I think it's a well written script. I hope we have done the justice. പലപ്പോഴും ഒരു ആക്ടറിന് വേണ്ടത് കോമൺ സെൻസ്, റിഫ്ലക്ഷൻ, റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല വലിയ നടന്മാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് ട്രെയിലർ കാണുമ്പോൾ തന്നെ സാറിന്റെ വിഭിന്നമായിട്ടുള്ള മുഖങ്ങൾ നമുക്കിങ്ങനെ മാഞ്ഞു പോകുന്നുണ്ട്. അപ്പം ഒരു ജോണൽ സാർ ഒരു ഡാർക്ക് ഷെയ്ഡ് ആണെങ്കിൽ പോലും നന്മയും തിന്മയും ഒക്കെ ഉള്ള ഒരു ജോണൽ തന്നെയാണ് ഇതിലെ കഥാപാത്രം നിലനിൽക്കുന്നത്. അതെ, ഇതൊക്കെ വലിയ സ്പേസ് ഉണ്ട്. അതേ പറഞ്ഞു ഞാൻ, ഇതൊരു നെഗറ്റീവ് ക്യാരക്ടർ, പോസിറ്റീവ് ക്യാരക്ടർ അങ്ങനെ ഒന്നുമല്ല. സോ ഇതൊരു ക്യാരക്ടറാണ്, ഒരു സാധാരണക്കാരൻ, പക്ഷെ അവന്റെ ഉള്ളിൽ ഒരു എക്സ്ട്രാordinary ഒരു ഇന്റൻഷൻ വരും. അത് നല്ലതാ തെറ്റാ അത് നമുക്ക് പടം കണ്ടാൽ മനസ്സിലാവും. വി മേ നോട്ട് ബി ഏബിൾ ടു ജസ്റ്റിഫൈ, ഓർ വി മേ ബി ഏബിൾ ടു ജസ്റ്റിഫൈ, ബട്ട് സ്റ്റിൽ he becomes something else. സോ അതാണ് അവന്റെ ജേർണി. അത് അവനക്ക് മാത്രമല്ല, ഈ പടത്തിൽ ഇപ്പോൾ ഈ ക്യാരക്ടർ ആയാലും അങ്ങനെ തന്നെ. അത് ഐ തിങ്ക് യു വിൽ ടെൽ. അപർണയ്ക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. ലാസ്റ്റ് പടം ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു, കിഷ്കിന്ദ ഖാൻഡം. അതിനുശേഷമാണ് രുദ്രം റിലീസ് ആവാൻ വേണ്ടി പോകുന്നത്. സാധാരണ സ്ത്രീകൾക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയുള്ള അവസരങ്ങൾ കുറവാണെന്ന് പലപ്പോഴും പല അഭിനേത്രികളും ഒക്കെ ഇന്റർവ്യൂകളിലൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇതിലെ ട്രെയിലർ കാണുമ്പോഴേക്കും ആയോധന വിദ്യയിലായിക്കോട്ടെ എല്ലാത്തിലും വളരെ ശക്തമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുകയാണ്. ഒരു തികച്ചും വ്യത്യസ്തമായിട്ടുള്ള പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് ഈ പടത്തിലുണ്ടായിരുന്നു. ഉണ്ട്. എനിക്ക് പൊതുവെ പരാതി ഇല്ല. എനിക്ക് കിട്ടുന്ന സിനിമകളിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ സിനിമകളും ക്യാരക്ടേഴ്സും ആണ് വരുന്നത്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിൽ ക്യാരക്ടേഴ്സേ പൊതുവെ ഭയങ്കര കുറവാണ്. അപ്പം സ്ക്രീൻ സ്പേസ് നോക്കിയാൽ ഒരുപാടുണ്ട്, പക്ഷെ അതിനെക്കാട്ടിലും ഉപരി ആ ക്യാരക്ടേഴ്സിന് ഭയങ്കര
ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് ഈ രണ്ട് ക്യാരക്ടേഴ്സ്. ഇപ്പൊ എന്റെ ക്യാരക്ടറിനാണെങ്കിലും ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. ഈ പറഞ്ഞ മാതിരി നമ്മളുടെ ശരി തെറ്റുകൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെ ന്യായം നമ്മൾ കണ്ടുപിടിക്കുന്ന ആണ്. അപ്പം ആ ഒരു ഷെയ്ഡും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഭയങ്കര രസമായിട്ടാണ് ഈ ക്യാരക്ടർ ത്രൂ ഔട്ട് പോകുന്നത്. പിന്നെ പറഞ്ഞ മാതിരി ഫിസിക്കലി ആണെങ്കിലും ഫൈറ്റ് സീക്വൻസ് എല്ലാം കൊണ്ട് ഭയങ്കരമായിട്ട് എനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു രുദ്രം എന്ന് പറയുന്നത്. അപ്പം ഭയങ്കര എൻജോയ് ചെയ്തു. ഭയങ്കര പുതിയ ട്രീറ്റ്മെന്റ് ആണ് സിനിമയുടെ. ഭയങ്കര ഡിഫറൻസ് തോന്നി ചെയ്ത എല്ലാ പടങ്ങളെക്കാട്ടിലും. ഈ ഒരു ആക്ഷൻ സീക്വൻസുകൾ എനിക്കൊന്ന് ട്രെയിലറിൽ കണ്ടത് വെച്ച് തന്നെ, പ്രത്യേകിച്ച് ഒരു അസ്ത്രവിദ്യ നടത്തുന്നു, അതിനിടയിൽ വേറെ കുറച്ച് ആക്ഷൻ സീക്വൻസുകളൊക്കെ ചെയ്യുന്നു. അപ്പം ഇതിൽ ആക്ഷൻ സീക്വൻസുകൾ കൂടുതൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം നല്ലോണം ഉണ്ട്. പക്ഷെ അതൊക്കെ ഭയങ്കര എന്താ പറയാ, നമ്മൾ മറ്റേ അൺറിയലിസ്റ്റിക് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള നല്ല കൊറിയോഗ്രാഫിയാണ് മൊത്തം ഈ ഫൈറ്റ് സീക്വൻസിൽ പോകുന്നത്. പിന്നെ അതിൻ്റെതായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അതിന് മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ ട്രെയിലർ എടുത്തു കഴിഞ്ഞാൽ, രുദ്രത്തിന്റെ ട്രെയിലർ പറയുന്നത് അതിനകത്ത് ആ ഒരു പ്രകൃതിയും മനുഷ്യനുമായിട്ടുള്ള ഒരു ബന്ധം മൊത്തം കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇടയ്ക്കൊരു പ്രകൃതി ശോഭം പോലെ തന്നെ അതിനിടയിൽ വന്നു പോകുന്നുണ്ട്. ഇതൊക്കെ അതായത് ഈ ഒരു സിനിമയോടൊപ്പം തന്നെ ഇതൊക്കെ ചേർന്ന് വരുന്ന ഒരു സംഭവം തന്നെയാണ്. അതെ, ഇതില് ലൊക്കേഷനും വലിയ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്, ആ സ്റ്റോറിയുടെ ഇന്റഗ്രൽ പാർട്ടാണ്. സോ എവിടെ ഈ ക്യാരക്ടർ ജീവിക്കുന്നത്, എവിടെ ഇവർ ആക്ച്വലി where they are living is a very important part of this film. Without that place, I think the film wouldn't happen. Because if it happens in some city, the story would be entirely different. Yes. Because it's a absolutely isolated land which is beautiful in nature. The story happens there. Okay. ഈ ഫസ്റ്റ് പടമാണ്. അപ്പോൾ സാധാരണ പലപ്പോഴും നമുക്ക് ഇങ്ങനെ സിനിമയ്ക്ക് ആൾക്കാരെ വേണമെങ്കിൽ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കാൻ ഒരു കോമഡി പടമായിരിക്കാം. പക്ഷെ അതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് ഒരു പ്യുവർ സിനിമ അതിന് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു തീരുമാനം ആദ്യമേ ഉണ്ടായിരുന്നു ഡയറക്ടറിന്? അങ്ങനെയല്ല, നമ്മൾ എപ്പോഴും ചെയ്യുന്ന സിനിമകൾ നമ്മൾ എവിടേക്കോ കണ്ടു പറഞ്ഞ കാഴ്ചകളോ അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളതായിരിക്കും നമ്മൾ പറയാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ എപ്പോഴെങ്കിലും നമ്മളുടെ ഇമോഷൻസിലൂടെ പോയിട്ടുള്ള ചില കാര്യങ്ങളാവും. ആ ഒരു തോട്ടിൽ നിന്നായിരിക്കും ചിലപ്പോൾ നമുക്കൊരു എൻ്റയർ സബ്ജക്റ്റ് തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരിക. അപ്പം ഇതിൽ ഈ മാത്യു എന്ന് പറയുന്ന ക്യാരക്ടർ എനിക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ എൻ്റെ സർക്കിളിൽ 1-2 പേരായിട്ട് ഞാൻ പറഞ്ഞു. മാത്യുവിന് ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. അതിൽ ചില ഷെയ്ഡ്സാണ് ഞാൻ പറയുന്നത്. അത് എന്താ പറയുക, അതിൻ്റെ മോട്ടീവും അത്തരം കുറേ കാര്യങ്ങളൊക്കെ ചൈൽഡ്ഹുഡിൽ പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതെനിക്ക് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യമായിരുന്നു. അപ്പോൾ മാത്യു ആണ് നമ്മളിലേക്ക് ഫസ്റ്റ് വരുന്ന ആൾ. പിന്നീട് ഈ പറയുന്ന സ്വാതി എന്ന് പറയുന്ന ക്യാരക്ടറും സ്വാതി എവിടെയാണ്, ഇവർ തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണ് എന്ന് പറയുന്നത്. അപ്പം അവിടെയാണ് ഈ പറയുന്ന ഈ ക്യാപ്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഈ ആക്സ് ഫോർഗറ്റ്സ് ബട്ട് ദ ട്രീ റിമെമ്പേഴ്സ് എന്ന്. അപ്പം ഇത് തന്നെയാണ് ഇവരുടെ ഒരു കണക്ഷൻ പോയിന്റ് ഈ സിനിമയിൽ. അത് അവസാനം വരെ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ആ ഒരു കണക്ഷൻ കിട്ടും. ആ അവസാനത്തിൽ നമ്മളത് ഒരു ഓപ്പൺ എൻഡ് ആയിട്ടാണ് നമ്മൾ വയ്ക്കുന്നത്. അത് ആരാണ് ആക്സ് ആരാണ് ട്രീ എന്നുള്ളത് പ്രേക്ഷകന് പറയാം. അത് നമ്മൾ പറയുന്നില്ല, നമ്മുടെ സൈഡിൽ നിന്ന് പറയുന്നില്ല ഇയാളാണ് ട്രീ ഇന്ന ആളാണ് ആക്സ് എന്നുള്ളത്. അത് പ്രേക്ഷകന് പറയാം. ഓക്കെ. നമ്മളിപ്പോൾ സാധാരണ ഈ വാളെടുത്തവൻ വാളാൽ എന്നൊക്കെ പറഞ്ഞിട്ട് പല സംഭവങ്ങളും ഒക്കെ നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. അതൊരു ബേസ് ആയിട്ടുള്ള സംഭവങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ ഇതിലിപ്പോൾ ഈ കഥ ഇങ്ങനെ പറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിലും ട്രെയിലർ സൂക്ഷ്മമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു നായക്കുട്ടിയും അപ്പം ഒരു എലിക്കുഞ്ഞൊക്കെ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് കിടന്ന് ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ നായക്കുട്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ മനുഷ്യരോടൊപ്പം തന്നെ അവരും അഭിനയിക്കുന്നത് തന്നെ കാണാം. കാരണം അത്രയ്ക്ക് എന്തോ ഒരു പേടിച്ചിരിക്കുന്നത് എന്തോ ഒരു സംഭവം പോലെ അവരും ഇതിനകത്ത് ഇത് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ജീവജാലങ്ങൾക്കെല്ലാം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമ കൂടി തന്നെയാണ്. നേച്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ അകത്ത്. ഇപ്പം ഒരു പിക്കു എന്ന് പറഞ്ഞിട്ടൊരു ബീഗിളുടെ ഡോഗിൻ്റെ ഒരു ട്രാവൽ ഉണ്ട്. പിന്നെ വേറെയും 1-2 ഈ അനിമൽസ്, ഒരു ബീ, അതുപോലെ തന്നെ ഒരു റാറ്റ്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല, ഒത്തിരി റിവീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതെല്ലാം ദേ ആർ ഓൾ ഇന്റർ കണക്റ്റഡ്. ഈ സബ്ജക്റ്റുമായിട്ട് ഇന്റർ കണക്റ്റഡ് ആണ് ഇതെല്ലാം. ഇവരുടെ ലൈഫുമായിട്ടും കണക്റ്റഡ് ആണ്. നമുക്ക് ഇപ്പം അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അത് സിനിമ